ബിഗ് ബോസ് മലയാളം സീസൺ 7 ടോപ്പ് 5-ൽ വരാൻ യോഗ്യതയുണ്ടായിരുന്ന രണ്ട് മത്സരാർത്ഥികളെ റീയൂണിയൻ വഴി അകത്ത് കയറി പുറത്താക്കിയ പുതിയ റെക്കോർഡിന് ഉടമയായിരിക്കുകയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ തിരിച്ചു വന്ന് നമ്മുടെ ആദിലയും നൂറയെയും മാനിപ്പുലേറ്റ് ചെയ്ത് അനുമോകതയെ തിരിക്കുന്നുണ്ട്. അനുമോകത്തിലെ ശക്തമായി സംസാരിച്ച ആദിലയ്ക്കും നൂറയ്ക്കും പുറത്ത് അത്യാവശ്യം നെഗറ്റീവ് കിട്ടി. അത് വോട്ടിനെ ബാധിച്ചു. മിഡ് വീക്ക് എവിഷനിൽ 2 പേരും പുറത്തായി. കപ്പിൾസായിട്ട് വന്ന ഒറ്റ മത്സരാർത്ഥികളായിട്ട് വന്ന 2 പേരും ഒരു പകുതി വെച്ച് 2 മത്സരാർത്ഥികളായിട്ട് മാറുകയായിരുന്നു. ആ 2 പേരും അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. വിട പറയാൻ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു ഈ റീയൂണിയനായിട്ട് അകത്ത് കയറിയ നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ നടത്തിയിട്ടുള്ള ചില മാനിപ്പുലേഷൻസ് ആണ്. പുള്ളിക്കാരി ആദിലയോടും നൂറയോടും പറഞ്ഞ പല കാര്യങ്ങളും പുറത്തെ പല കാര്യങ്ങളും പറഞ്ഞ് അനുമോളെ നെഗറ്റീവാക്കി അനുമോൾ ഒരു വില്ലത്തിയാണെന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ ഈ പറയുന്ന നൂറയും ആദിലയും സംസാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നെഗറ്റിവിറ്റി ആദിലയ്ക്ക് നൂറയ്ക്കും കിട്ടുന്നു. അത് വോട്ടിനെ ബാധിക്കുന്നു. ഒടുവിൽ അവർ പുറത്താവുന്നു എന്നുള്ളതാണ്. എന്തായാലും ടോപ്പ് 5-ൽ വരാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള 2 പേരെ ഒറ്റയടിക്ക് മിഡ് വീക്ക് എവിഷൻ വഴി പുറത്താക്കിയ ശൈത്യ മാജിക് ഈ സീസണിലെ ഒരു പ്രത്യേകത തന്നെയാണ്.